നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബിൽ. ചങ്ക്സ് കിച്ചൺ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഡിഷാണ് എന്നത്തെ പോലെ ഉണ്ടാക്കുന്നത്. നമുക്ക് കരിമീനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളെ തിലോഫി നമ്മുടെ അടുത്തൊരു ഫാമിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പൊള്ളിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാനുള്ള ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ പരിചയം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ആദ്യം മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പുറത്തെ ഭാഗത്താണ് നല്ല കട്ടിയുണ്ട്. ചെവികള വെട്ടിക്കളയാം. ഭയങ്കര ഉറപ്പുണ്ടല്ലേ. നമുക്കിതിൻ്റെ പുറത്തെ മുള്ളും കൂടി കളയാം. അങ്ങനെ നമ്മളെ മീനൊക്കെ അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലൈനിട്ടിട്ട് മസാല ഒക്കെ കൂട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നോക്കാം. പിന്നെ നമ്മൾ കഴുകിയ സമയത്തേ കല്ലുപ്പ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫാമത്തെ മീനുണ്ട് ആ കൊഴുപ്പും അത് വഴുവഴുപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വെക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈനിടാം. അപ്പുറത്തോ നമ്മളെ മീനൊക്കെ രണ്ട് മീനും നല്ല ലൈനിട്ട് അടുപ്പിച്ച് ലൈനിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല കൂട്ടാം. മസാലയ്ക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങ. പിന്നെ ആ മസാല ഒന്ന് കൂട്ടാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടാം. ചെറുനാരങ്ങ നീരില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് എടുത്ത്. നല്ല നീരിലാണെങ്കിൽ അരപ്പുളി മതി. ഇനി നല്ലപോലെ മിക്സ് ആക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം അല്ലേ. ഒഴിക്കാം. പിന്നെ നമുക്ക് നമ്മളെ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഗ്യാപ്പിലും അലയിനിട്ടെടുത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തേക്കണം. വാലൊക്കെ കിടക്കട്ടെ. നമുക്കിത് പൊള്ളിച്ചെടുക്കണം. പിന്നെ അപ്പോഴേ മസാല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ വയറിൻ്റെ ഉള്ളിലും തേച്ച് പിടിപ്പിക്കാം. നമ്മൾ രണ്ടാമത്തെ മീൻ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ 2 മീനും മസാല പുരട്ടി നല്ലപോലെ നമ്മളെല്ലാ മസാലയും വേസ്റ്റ് ആയിട്ടൊന്നുമില്ല, ഫുള്ളും ഇത് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മസാല പുരട്ടി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് കനൽ തയ്യാറാക്കണം. ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റിൽ വെക്കാം. ആ റെസ്റ്റിൽ തയ്യാറാകുമ്പോൾ കൊണ്ട് നമുക്ക് നമ്മളെ കനലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആ കനലും തയ്യാറാക്കാം. അതിന് കുറച്ച് ചിരട്ടയും ചകിരിയൊക്കെ വെച്ചിട്ട് കനൽ തയ്യാറാക്കണം. കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് കർപ്പൂരം പതുക്കെ കത്തിച്ചിട്ട് വെച്ചെടുക്കാം. ഒക്കെ പതുക്കെ പിന്നെ നമ്മളൊരു വാഴൻ്റെ ഇലയിൽ ഇത് നമുക്ക് മീനിനെ വെച്ചിട്ട് അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം. മടക്കിക്കോ. ഇങ്ങോട്ട് മടക്കിക്കോ. അതെ, നമ്മളെ ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ ചുറ്റിയെടുക്കാം. ചെറിയ ഫോയിൽ എടുക്കാം. ഓക്കെ. രണ്ട് സൈഡ് മടക്കിയാൽ മതിയല്ലേ. നമ്മുടെ അലൂമിനിയം ഫോയിലൊക്കെ നമ്മളെ മീനിനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കനലവിടെ റെഡി ആവുന്നുണ്ട്. നമുക്കിത് പൊള്ളിക്കാൻ എടുക്കാം.
അത് ചൂടാണ്. നമുക്കിനി ആ ചൂട് ഇനി അതവിടെ കിടന്നൊന്ന് വേവട്ടെ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മീനിതാ നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് വാങ്ങിച്ച് തുറന്നു നോക്കാം എന്താ അവസ്ഥ. നല്ല ചൂടാ. സമയത്ത് പൊട്ടിപ്പോകാതെ നോക്കണം. പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമ്മളെ വാഴയിലയിൽ പൊതിഞ്ഞോണ്ടേ ആ ഒരു സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. സംഭവം വന്നിട്ടുണ്ടാവുന്ന കാര്യം 100% ഉറപ്പായി. ശൈവ സാധനം നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മളാ മസാല ഒക്കെ നല്ല നല്ല ചൂടാ. എൻ്റെ മോനെ വേറെ ലെവലാട്ടോ സാധനം. ഇപ്പം തന്നെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു പരിപാടി കൂടിയും ബാക്കിയുണ്ട്. അപ്പം അതുകൂടി ചെയ്യണം. വെന്തിട്ട് കണ്ട എന്താ സ്മെല്ല്. പിന്നെ നമുക്ക് അടുത്തത് കൂടി തുറന്നു നോക്കാം. ചൂടാണല്ലോ. കണ്ടില്ല, നമ്മളെ സംഭവം നല്ല പോലെ വെന്തിട്ടുണ്ട്. മീൻ്റെ കണ്ണൊക്കെ പോയി വേറെ ലെവലായി തോന്നണോ. സംഭവം വെന്തതിൻ്റെ അടയാളം തന്നെയാണ് അതൊക്കെ. ഇനി നമുക്ക് മറ്റേ രണ്ടാമത്തെ പരിപാടി തേങ്ങാപ്പാലിലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാണ്ട് സാധനം. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ചട്ടിയൊക്കെ തീയൊക്കെ പിടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇട്ടിട്ട് നമ്മൾ മീനൊന്നും ഉണ്ടാക്കണം. ഒരു വാഴയില വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് സൈഡാക്കിയിട്ട് തീയൊന്ന് കുറയ്ക്കാം. ഓവറായിട്ട് കത്തിക്കഴിഞ്ഞാൽ കുറച്ച് കറുകപ്പട്ടയില. നമ്മളിത് ഉപയോഗിച്ചത് പട്ടയുടെ ഇല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊള്ളിച്ച് വെച്ച മീനിനെ പതുക്കെ ഒട്ടാതെ അതിന് വയ്ക്കാം. സാധനം കറുകപ്പട്ടയുടെ സ്മെല്ലൊക്കെ വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പൊരിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടും. അടുത്ത മീനിനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, സംഭവം സെറ്റ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമുക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാൽ അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. സംഭവം കളറായിട്ടോ. ഇതൊന്ന് കുറുക്കിയെടുക്കാണ്ട്. ഓക്കെ, കുറച്ച് കറിവേപ്പില ജസ്റ്റ് 2-3 ഇതിൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, പിന്നെ 2-3 പച്ചമുളകിൻ്റെ സംഭവം സെറ്റ്. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അവസാനത്തെ പരിപാടി നിൽക്കുക. നമ്മൾ നല്ല ജീരകം പൊടിച്ചത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്താ മണം, അടിപൊളി കേട്ടോ. ഇനി ഒന്ന് കഴിക്കണം എന്നാവട്ടെ, ഒന്നുകൂടി നമുക്ക് കുറുകണം. അപ്പം നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി ഒന്ന് വാങ്ങി വയ്ക്കാം. എന്താ സ്മെല്ല് അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് തണുത്തിട്ടൊന്ന് കഴിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ടെസ്റ്റ് ചെയ്താ നമ്മളെ സുഹൃത്തായിട്ട് മണിക്കൂട്ടെ ഒന്ന് നോക്കിയേക്കാം. അത് കഴിച്ചിട്ട് പറയും എന്താണ്. കഴിച്ചോക്കെ അടിപൊളി തിന്നിറക്കുന്നില്ലേ. നൈസാ സംഗതി പൊള്ളിച്ചടക്കി പൊളിച്ചോ.
ഒരു പീസ് എടുക്കണ്ടേ? ഞാനൊന്ന് കഴിച്ചോട്ടെ, എന്ത് സംഭവം അറിയാലോ. സാധനം നല്ല സ്പൈസി ആയിട്ടുണ്ടല്ലേ? കഴിച്ചോട്ടെ, നല്ല ചൂടുണ്ടാക്കി കഴിക്കണം. സംഭവം രക്ഷയില്ലല്ലേ? പൊളിച്ച്, സംഗതി പൊളിച്ച്. സംഭവം പൊളി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ ഒരിക്കലും മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പം ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് വെറൈറ്റി വ്യൂ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.